ഇത് സ്വാഭാവികമായിട്ടും സന്ദീപ് വാര്യരുടെ മാത്രമല്ല, കേരളത്തിൽ ഈ വാർത്ത കണ്ടിരിക്കുന്ന പലർക്കും അത്തരത്തിൽ സംശയം ഉണ്ടാകാമല്ലോ. കാരണം അവന്തികക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുക്കുന്നു. സ്വാഭാവികമായിട്ട് അവർക്ക് അർഹിക്കുന്ന നീതി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസിൻ്റെ മുമ്പിൽ പരാതി കൊടുക്കണം. മാത്രമല്ല അവർ ആ രീതിയിൽ നിയമപരമായിട്ട് നേരിടണം. അതിന് BJPയുടെ സഹായം തേടുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി BJPക്ക് പ്രത്യേകം പോലീസ് സ്റ്റേഷനും കോടതിയും ഉണ്ടോ? BJPയുടെ ജില്ലാ പ്രസിഡന്റിനോട് ചോദിച്ചിട്ടാണോ പരാതി കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പറയുന്ന രീതിയിലാണോ പരാതി പറയേണ്ടത്? അപ്പോൾ അതൊക്കെ ഈ പരാതി ഉന്നയിക്കുന്നവരുടെ ഒരു ജിൻഡോ, രാഹുൽ കുഴിക്കുന്ന കെണിയിൽ നിങ്ങളൊക്കെ പോയി വീഴുകയാണ് എന്നുള്ളതാണ് ജിൻഡോയുടെ ഈ എന്താണ് ഈ ന്യായീകരണം വ്യക്തമാക്കുന്നത്. ശ്രീ ജിൻഡോ, ഒന്നല്ല പല ഓഡിയോ ക്ലിപ്പുകൾ, പല ചാറ്റുകൾ പുറത്തേക്ക് വന്നു. ഇനിയും എത്രത്തോളം വരാനുണ്ടെന്ന കാര്യം ആർക്കും അറിയില്ല. അതൊരു പക്ഷേ രാഹുലിന് പോലും അറിയുമെന്ന് അറിയില്ല. ജിൻഡോ ഇത് ന്യായീകരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന പരാതി ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് സന്ദീപ് വാര്യർ പറയുന്നത് സന്ദീപിന്റെ മാത്രം നിലപാടല്ല, അത് കേരളത്തിന്റെ നിലപാടാണെന്ന് പറയുന്നതിലൂടെ രാഹുലിനെ ന്യായീകരിക്കുകയാണ് ജിൻഡോ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഹാഷ്മിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ വാചകങ്ങൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് കേൾക്കാവുന്ന. ഞാൻ പറഞ്ഞത് കേരളത്തിൽ പലർക്കും അത്തരത്തിൽ സംശയങ്ങൾ ഉണ്ടാകും. കാരണം പരാതി ഉന്നയിക്കുന്ന ആളുകൾ BJPയുടെ ജില്ലാ പ്രസിഡന്റിനോട് ആലോചിച്ചിട്ട് അക്കാര്യങ്ങൾ പറയുന്നത് വരുമ്പോൾ സംശയത്തിന് ഇട നൽകും. ഞാൻ ഒരു നിമിഷത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചിട്ടില്ല. എനിക്ക് കോൺഗ്രസ് പാർട്ടിയെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടല്ല. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ ഞാൻ തുടക്കം മുതൽ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും ആ രീതിയിൽ തന്നെയാണ് ഈ വിഷയത്തെ കാണുന്നത്. അപ്പോൾ ഇത്രയും മെറിറ്റോറിയസ് ആയിട്ട് സംഘടനാപരമായി നടപടിയെടുത്ത ഒരു പാർട്ടി ഈ നിലയിൽ നിൽക്കുമ്പോൾ ആ പാർട്ടിയുടെ മുമ്പിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിലും ചില പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസ് പാർട്ടി ഈ പരാതി ഉന്നയിച്ച ആളുകളുടെ ആത്മാർത്ഥതയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവരെ സംശയിച്ചിട്ടില്ല. പക്ഷേ സംശയത്തിന് ഇട നൽകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ BJPയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് ചോദിക്കണ്ടേ? അതും ചോദിക്കണമല്ലോ. BJPയുടെ ജില്ലാ പ്രസിഡന്റിന് ഇതിനെന്താണ് പ്രത്യേക താല്പര്യം? അതും ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് പോലെ തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റിന് ഈ വിഷയത്തിലുള്ള പ്രത്യേക താല്പര്യം എന്താണെന്ന് നമ്മൾ ചോദിക്കണം.